ബലാത്സംഗ കേസിൽ റാപ്പർ വേടനെതിരെ ലുക്കൌട്ട് നോട്ടീസ്. വേടൻ എവിടെയെന്ന അന്വേഷണ സംഘത്തിന് സൂചനകളൊന്നും ലഭിക്കാത്തതിനെ തുടർന്നാണ് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിപ്പിച്ചത്. വേടൻ വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നുവെന്നും വിവരങ്ങളുണ്ട്. വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നു. വിനയ, വേടനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിപ്പിച്ചിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, വേടനെതിരായ ബലാത്സംഗ കേസിലാണ് ഇപ്പോൾ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിരിക്കുന്നത്. പ്രധാനമായും പോലീസ് പറയുന്നതനുസരിച്ചാണെങ്കിൽ വേടൻ വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇതുകൊണ്ടാണ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിരിക്കുന്നതെന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും വരുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത്. കഴിഞ്ഞ രണ്ടാഴ്ചയായി വേടനെതിരെ ഈ ഒരു ബലാത്സംഗ കേസ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം വേടന്റെ വീട്ടിലും ഓഫീസിലും കൂട്ടുകാരുടെ ഫ്ളാറ്റുകളിലും മറ്റുമായി പോലീസ് പരിശോധന നടത്തുന്നു. ഈ പരിശോധനയിലൊന്നും തന്നെ വേടനെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. അതിനെതിരെ പിന്നീട് വേടൻ മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഈ ജാമ്യ ഹർജിയും കോടതി പരിഗണിച്ചിട്ടില്ല. അത് മുൻകൂർ ജാമ്യ ഹർജി 18-ന് പരിഗണിക്കാനിരിക്കെയാണ് ഇപ്പോൾ വേടനെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിരിക്കുന്നത്. കൂടാതെ തന്നെ 9-ാം തീയതി ബോൾഗാട്ടി പാലസിലാണെങ്കിലും വേടന്റെ ഒരു പരിപാടി നിശ്ചയിച്ചിരുന്നു. ആ പരിപാടി അടക്കം തന്നെ ക്യാൻസൽ ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കഴിഞ്ഞ 2 ആഴ്ചയായി പോലീസ് വേടനെതിരെ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രശസ്തനായിട്ടുള്ള റാപ്പറാണ്. അതുകൊണ്ട് തന്നെ എളുപ്പം കണ്ടെത്താമെന്നായിരുന്നു പോലീസ് കരുതിയിരുന്നത്. എങ്കിലും വേടനെ കണ്ടെത്താൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. വീട്ടിലും മറ്റു പരിശോധന നടത്തിയെങ്കിലും വേടനെ കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് കരുതി പോലീസ് ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. പ്രധാനമായും ഈ യുവ ഡോക്ടർ നൽകിയ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വേടനെതിരെ കേസെടുത്തിരിക്കുന്നത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, പലയിടങ്ങളിൽ വെച്ച് പീഡിപ്പിച്ചു എന്നായിരുന്നു ഈ യുവ ഡോക്ടർ പോലീസിന് പരാതി നൽകിയിട്ടുണ്ടായിരുന്നത്. 2021 ഓഗസ്റ്റ് മുതൽ 2023 വരെ വിവാഹ വാഗ്ദാനം നൽകി തന്നെ പീഡിപ്പിച്ചു. പിന്നീട് താൻ ടോക്സിക് ആണ് എന്നടക്കം പറഞ്ഞുകൊണ്ടായിരുന്നു തന്നെ ഉപേക്ഷിച്ചത് എന്നടക്കമായിരുന്നു ഈ യുവതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വേടന്റെ കുടുംബം അടക്കം പ്രതികരിച്ച് രംഗത്ത് വന്നിരുന്നു. നിയമപരമായി നേരിടുമെന്നായിരുന്നു വേടന്റെ കുടുംബം പറഞ്ഞത്. എങ്കിൽ കൂടി ഇപ്പോൾ വേടനെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിരിക്കുകയാണ്. ദീപ്തി.